അപ്പോൾ ശ്രദ്ധിച്ചു, നമ്മളിത് അടുത്ത് പഠിക്കാൻ പോകുന്ന വളരെ എളുപ്പമുള്ള ഒരു കാര്യം, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സർക്കിൾസിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്, ആ സെന്ററിൽ കൂടി നമ്മളൊരു വര വരച്ചാൽ ആ വരയ്ക്ക് പറയുന്ന പേരെന്താണ്? ഡയമീറ്റർ അല്ലേടാ? ഡയമീറ്റർ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും? വ്യാസം എന്ന് പറയും അല്ലേ? ഡയമീറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ വ്യാസം എന്ന് പറയും. ഈ ഡയമീറ്ററിന്റെ രണ്ടറ്റത്ത് നിന്നും, നിർബന്ധമായിട്ടും ഡയമീറ്ററിന്റെ രണ്ടറ്റത്ത് നിന്നായിരിക്കണം ഇത് സർക്കിളിലേക്ക് വരച്ചു മുട്ടിച്ചാൽ, ഡയമീറ്ററിന്റെ രണ്ടറ്റത്തു നിന്നും സർക്കിളിലേക്ക്, മേളിലേക്കോ താഴത്തേക്കോ എങ്ങോട്ട് വേണമെങ്കിലും, ഇങ്ങോട്ട് വരച്ച് വേണമെങ്കിൽ മുട്ടിക്കാം, ഇങ്ങോട്ട് വരച്ച് വേണമെങ്കിൽ മുട്ടിക്കാം, ഇങ്ങോട്ട് വരച്ച് വേണമെങ്കിൽ മുട്ടിക്കാം, എങ്ങനെയാണെങ്കിലും സർക്കിളിൽ മുട്ടിയാൽ മതി. സർക്കിളിൽ മുട്ടിയാൽ അത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. കേട്ടല്ലോ, ഇതാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. ഇനി ഇതേ ശ്രദ്ധിച്ചേ, ഒന്നുമില്ലടാ, ഇവിടെ നോക്കിയേ, ഒരു സർക്കിൾ, ആ സർക്കിളിന് ഒരു സെന്റർ, ആ സെന്ററിൽ കൂടി ഞാനൊരു വര വരച്ചു. ഇതിന് പറയുന്ന പേരെന്താണ്? ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം അല്ലേ? ഇതിനെ ഞാൻ കൂട്ടി വരച്ചപ്പോൾ സർക്കിളിൽ മുട്ടി. സർക്കിളിൽ മുട്ടിയാൽ ഇത് ഉറപ്പായിട്ടും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഇനി ഞാൻ ഈ ഡയമീറ്ററിന്റെ രണ്ടറ്റത്ത് നിന്നും വരച്ചപ്പോൾ സർക്കിളിൽ മുട്ടിയില്ല, അത് പുറത്തുപോയി മുട്ടി. സർക്കിളിലാണോ മുട്ടിയത്? അല്ല, സർക്കിളിൽ മുട്ടിയില്ല, പുറത്തുപോയി മുട്ടി. പുറത്തുപോയി മുട്ടിയാൽ അത് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, അത് ഉറപ്പായിട്ടും 90 ഡിഗ്രിയിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ആ ആംഗിൾ നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ 80 വരാം, 85 വരാം, 70 വരാം, 60 വരാം, 120 ഒരിക്കലും വരത്തില്ല. കാര്യം എന്താ? പുറത്ത് കൂട്ടിമുട്ടിയാൽ ഉറപ്പായിട്ടും 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. ഇനി നേരത്തെ നോക്കിയേ, ഞാൻ വരച്ചു, അത് സർക്കിളിൽ മുട്ടിയാൽ 90 ഡിഗ്രി ആണെന്ന് പറയായിരുന്നു, പുറത്ത് കൂട്ടിമുട്ടിയാൽ 90 ഡിഗ്രിയിൽ കുറവാണെന്നും പറയായിരുന്നു. പക്ഷെ ഇവൻ നോക്കിയേ, ഇവൻ അകത്താണ് മുട്ടിയത്. അപ്പൊ അകത്ത് മുട്ടിയാൽ ഒരു കാര്യം നമുക്ക് പറയാം, അത് 90 ഡിഗ്രിയിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മോർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. കേട്ടല്ലോ, 3 കാര്യങ്ങൾ. സർക്കിളിൽ മുട്ടിയാൽ 90 ഡിഗ്രി, സർക്കിളിന്റെ പുറത്ത് മുട്ടിയാൽ 90 ഡിഗ്രിയിൽ കുറവ്, സർക്കിളിന്റെ അകത്ത് മുട്ടിയാൽ 90 ഡിഗ്രിയിൽ കൂടുതൽ. എവിടുന്ന് വരയ്ക്കണം? ഡയമീറ്ററിന്റെ രണ്ടറ്റത്ത് നിന്ന് തന്നെ വരയ്ക്കണം. ദേ നോക്കിയോ, ഇവിടെ നോക്കിയോ, ഒരു സർക്കിള്, സർക്കിളിനൊരു സെന്റർ, ഡയമീറ്ററിന്റെ രണ്ടറ്റത്ത് നിന്നും ഞാൻ സർക്കിളിന്റെ പുറത്ത് കൂട്ടി മുട്ടിച്ചു. ഇത് 90 ഡിഗ്രിയിൽ എന്തായിരിക്കും? കുറവായിരിക്കും. സർക്കിളിൽ മുട്ടിച്ചു, ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സർക്കിളിന്റെ അകത്ത് മുട്ടിച്ചു, ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. എളുപ്പമല്ലേടാ? ഇത്രേ ഉള്ളൂ.